ബീഹാറിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം ഇന്ന് അവസാനിക്കും. ആശയക്കുഴപ്പത്തിൽ ഇന്ത്യ മുന്നണി 48 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി കോൺഗ്രസ്. ബീഹാറിൽ എത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തരയ്യ, അംനൌർ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലിയിലും സംഘടനാ യോഗങ്ങളിലും പങ്കെടുക്കും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കത്തിക്കയറുകയാണ്. ഇന്ന് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി അവസാനിക്കും. അത് സംബന്ധിച്ച വലിയ കുഴപ്പം ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് ഇന്ത്യ മുന്നണിക്കുള്ളിലെ തർക്കം തന്നെയാണ്. ഈ സമയം വരെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ മണിക്കൂറുകളിൽ കോൺഗ്രസിന്റെയും RJDയുടെയും എല്ലാം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താതെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. വിവിധ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെയും RJDയുടെയും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സീറ്റ് വിഭജനം സംബന്ധിച്ച് അതിരൂക്ഷമായ തർക്കമാണ് ഇന്ത്യ മുന്നണിക്കുള്ളിൽ നിലനിൽക്കുന്നത്. കാരണം RJDയുടെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള നിലപാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കത്തിൽ തന്നെ തേജസ്വി യാദവ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയത് RJD ഒറ്റയ്ക്ക് മത്സരിക്കും, അതിനുള്ള കരുത്തുണ്ട് എന്നുള്ള പ്രതികരണം നടത്തിയിരുന്നു. ശേഷം സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നപ്പോൾ കോൺഗ്രസിന് ഒരു കാരണവശാലും 50 മുകളിൽ സീറ്റുകൾ നൽകാനാകില്ല എന്ന കടുംപിടുത്തത്തിലാണ് RJDയുടെ മുതിർന്ന നേതാക്കളുള്ളത്. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70-ലധികം സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് 19 സീറ്റുകളിൽ മാത്രമായിരുന്നു വിജയിച്ചത്. അവിടെ അന്ന് വലിയ ക്ഷീണം, അത് മഹാഗഡ്ബന്ധൻ, അന്ന് കോൺഗ്രസും RJDയും നേതൃത്വം നൽകുന്ന മഹാഗഡ്ബന്ധനായിരുന്നു. ആ മഹാഗഡ്ബന്ധന് വലിയ ക്ഷീണം ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് കോൺഗ്രസിന് ജനപിന്തുണയില്ലെന്നും കൂടുതൽ സീറ്റുകൾ നൽകാനാകില്ലെന്നും RJD കടുംപിടുത്തം പിടിച്ചതോടെയാണ് ഡൽഹിയിലും പട്നയിലും നടന്നിട്ടുള്ള യോഗങ്ങളിലൊന്നും തന്നെ സീറ്റ് വിഭജനം രമ്യമായി പരിഹരിക്കാനോ പൂർത്തിയാക്കാനോ ഇന്ത്യ മുന്നണിക്ക് സാധിക്കാതെ വന്നത്. അതോടുകൂടി ഇന്ന് സമയം അവസാനിക്കാനിരിക്കുകയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താതെ തന്നെ പല മണ്ഡലങ്ങളിലും RJDയുടെയും കോൺഗ്രസിന്റെയും നേതാക്കൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇന്നലെ രാത്രിയോടുകൂടി 48 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക കോൺഗ്രസ് പുറത്തിറക്കിയിട്ടുണ്ട്. അത്തരത്തിലൊരു വലിയ ആശയക്കുഴപ്പവും തർക്കവും ഇന്ത്യ മുന്നണിക്കുള്ളിൽ തുടരുന്നു. മറുഭാഗത്ത് NDAയുടെ ഭാഗം പരിശോധിക്കുമ്പോൾ വളരെ നേരത്തെ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി. BJP 101 മണ്ഡലങ്ങളിലേക്കാണ് ആകെ മത്സരിക്കുന്നത്. 243 അംഗ നിയമസഭയിൽ NDAയ്ക്കുള്ളിൽ BJP 101-ലും JDU 101-ലും മത്സരിക്കും. ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി 29 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. BJP 101 സീറ്റിലേക്കുമുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം 3 ഘട്ടങ്ങളിലായി ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. JDU 53-ലധികം സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ സ്ഥാനാർത്ഥികളെ സീറ്റ് വിഭജനം രമ്യമായി പരിഹരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിൽ പൂർത്തിയാക്കിയതിന്റെ മേൽക്കൈ BJP നേതൃത്വം നൽകുന്ന NDAയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വലിയ പ്രചാരണമാണ്. ഇന്നിപ്പോൾ അമിത്ഷാ ബീഹാറിലുണ്ട്. ഇന്നും നാളെയുമായി വിവിധ മണ്ഡലങ്ങളിലെ പൊതു റാലികളിലും കൂടാതെ സംഘടനാ യോഗങ്ങളിലും അമിത്ഷാ പങ്കെടുക്കും. ബീഹാറിനെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമുക്ക് നിലവിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് NDA ഇന്ത്യ മുന്നണി എന്നതിനപ്പുറത്തേക്ക് BJPയും RJDയും തമ്മിലുള്ള മത്സരം. കാരണം NDAയ്ക്കുള്ളിൽ ഇതിനോടകം തന്നെ JDUവിനപ്പുറത്തേക്ക് ഒരു വലിയ ശക്തിയായി മാറാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അത് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP തെളിയിക്കുകയും ചെയ്തു. ഇന്ത്യ സഖ്യത്തിലാകട്ടെ കോൺഗ്രസിനും ഇടതു പാർട്ടികൾക്കും ബലം ക്ഷയിച്ചു. RJD മാത്രമാണ് നിലവിൽ ബീഹാറിന്റെ മണ്ണിൽ അല്പമെങ്കിലും ജനസ്വാധീനമുള്ള പാർട്ടി. അതുകൊണ്ട് BJPയും RJDയും തമ്മിലുള്ള മത്സരം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ബീഹാർ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. അവിടെ തന്നെ മുൻപ് ജാതി സമവാക്യങ്ങൾ, പ്രാദേശികവാദങ്ങളെല്ലാം നിലനിന്നിരുന്ന ജനതാദൾ രാഷ്ട്രീയത്തിന് കൂടുതൽ സ്വാധീനമുണ്ടായിരുന്ന മണ്ണിൽ വലിയ രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരാൻ BJPക്ക് സാധിച്ചു. ജനപിന്തുണ നേടിയെടുക്കാൻ സാധിച്ചു. 2020 തെരഞ്ഞെടുപ്പിൽ 74 സീറ്റുകൾ നേടിക്കൊണ്ട് 75 സീറ്റുകൾ നേടിയ RJD ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷിയെങ്കിൽ 74 സീറ്റുകൾ നേടിയ BJP ആയിരുന്നു അവിടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി. ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണം നിലനിർത്താൻ സാധിക്കുമെന്ന പ്രതികരണമാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന നിരവധി നിയമസഭാ തെരഞ്ഞെടുപ്പുകളുണ്ട്. അതിലേക്ക് എത്തുന്നതിന് മുൻപുള്ളൊരു ദേശീയ രാഷ്ട്രീയം നോക്കിക്കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായി ബീഹാറിനെ വിലയിരുത്താൻ സാധിക്കും. അവിടെ വോട്ടർ അധികാർ യാത്രയുൾപ്പെടെ നടത്തിക്കൊണ്ട് ആദ്യഘട്ടത്തിലൊരു ഓളമുണ്ടാക്കാൻ രാഹുലും കോൺഗ്രസും RJDയും ശ്രമിച്ചുവെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ചിട്ടുള്ള
അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ വലിയ കാലിടറാൽ കോൺഗ്രസിനും രാഹുലിനും സംബന്ധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തെരഞ്ഞെടുപ്പ് തോൽവികളെ കമ്മീഷന് മേൽ കുറ്റം ചുമത്തിക്കൊണ്ട് രക്ഷപ്പെടാനുള്ളൊരു നീക്കമായിരുന്നു രാഹുൽ നടത്തിയത്. അതിനെതിരെ കൃത്യമായിട്ടുള്ള മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകി. കൂടാതെ വോട്ടർ പട്ടികയിൽ തീവ്ര പരിഷ്കരണം നടപ്പാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടി ബീഹാറിനുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് 4 ലക്ഷത്തിലധികം ആളുകളെയാണ് അനധികൃതമായി വോട്ടവകാശം നേടിയിട്ടുള്ള ആളുകളെയാണ് അവിടെ പുറത്താക്കിയിട്ടുള്ളത്. രാജ്യത്തുടനീളം ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള തീവ്ര പരിഷ്കരണ നടപടി ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. അത്തരത്തിൽ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം പൂർത്തിയാക്കിയതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബീഹാർ സാക്ഷ്യം വഹിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. ആദ്യം വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിൽ നവംബർ 6 വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം നൽകാനുള്ള സമയം ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി അവസാനിക്കുകയാണ്. രോഹിണി.